ഇന്നിപ്പോൾ ചിക്കനുമ്പോൾ മസാല പറ്റിയിട്ടാണ് വീഡിയോ തുടങ്ങണത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വെള്ളത്തിലൊക്കെ ഇടാൻ പോവുകയാണ് ഞാൻ. എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിരി, പാകത്തിന് ഉപ്പ്, വെള്ളം ഇതെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് ഒരു സാധാരണ ചിക്കൻ മസാലയാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ വേറെ ഏത് വെറൈറ്റി ചിക്കൻ നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഇടയ്ക്കൊന്ന് നമ്മുടെ നാടൻ മസാലയിൽ പൊരിച്ച ചിക്കൻ കഴിക്കാൻ തോന്നില്ലേ? എനിക്കിവിടെ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. കുറച്ച് വെറൈറ്റികൾ ചിക്കൻ കഴിച്ചാലും നമുക്ക് സാധാരണ പൊരിക്കണ പോലെ ഒരു നാടൻ ചിക്കൻ ഫ്രൈ പൊരിക്കാൻ പറയും ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ മസാലകളും അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് അതുമൊക്കെ നന്നായിട്ട് പുരട്ടി വെക്കണം. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. എന്നിട്ടാണ് ഫ്രൈ ചെയ്യാനിടാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ ചിക്കൻ മസാല ഒക്കെ പറ്റി വെക്കണമെന്ന് കണ്ടില്ലേ? അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണം. കുറേ ദിവസങ്ങളായിട്ടുണ്ട് ചിക്കൻ വാങ്ങിയിട്ട്. ചിക്കൻ നല്ല വിലയല്ലായിരുന്നു, പിന്നെ വാങ്ങലും ഉണ്ടായില്ല. ഇപ്പോൾ വാങ്ങാൻ ചെന്നപ്പോഴാണ് വില കുറഞ്ഞ പോലും അറിഞ്ഞത്. അപ്പം ഇന്ന് 95 രൂപ എന്തോ ഒന്ന് പറയണ്ടായിരുന്നു. ചിക്കന് വളരെ വില കുറഞ്ഞു എന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചിക്കൻ കറി വെക്കണം. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ വൈകിട്ടാവുമ്പോഴേ ഫ്രൈ ചെയ്യുള്ളൂ. ഇന്നിപ്പോൾ വൈകിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകിട്ടാവുമ്പോൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങായി. അങ്ങനെ ഞാനിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് പോണ്. ചിക്കൻ കറി ഇന്നൊക്കെയല്ല കേട്ടോ, നാളേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നാളത്തെയും കൂടി പണി കഴിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ കറി വെക്കാൻ പോണത്. അപ്പോൾ അതിനുള്ള സാമഗ്രികളൊക്കെ എടുത്തു വെച്ചു. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് എല്ലാം റെഡിയാക്കി വെക്കണതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചിക്കൻ കറി വെക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടല്ലേ വെക്കുക. ചിക്കനിലോട്ട് മസാലപ്പൊടികളും സബോള എല്ലാം ഇടുക. കൂടുതൽ ഉള്ളിയാണ് കൂടുതലിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഉള്ളിയും എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആദ്യമൊക്കെ നമ്മൾ ചിക്കൻ കറി വെക്കുക. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ചിക്കൻ കറി ഇപ്പോൾ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തു തുടങ്ങിയത്. എന്നാലും ചിലർ പഴയ പോലെ തന്നെ വെക്കണമെന്ന് പറയാറുണ്ട്. അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എന്നും വെക്കണത് ഇങ്ങനെ തന്നെയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് സബോള നന്നായിട്ട് വഴറ്റി അതിലോട്ട് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ തക്കാളി പിന്നെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ചിക്കനും അതിലോട്ട് ഇട്ട് കൊടുത്ത് കുക്കറിലാണ് ഇപ്പോൾ മിക്കപ്പോഴും വെക്കണത്. അതും സ്പെഷ്യൽ തന്നെയാണ്. എന്താ വെച്ചാൽ ആദ്യമൊക്കെ അടുപ്പിൽ വെച്ചിട്ടല്ലേ നമ്മൾ വേവിച്ചെടുക്കുക. ഇപ്പോൾ കുക്കറിലാണ് ഇട്ട് വേവിച്ച് ഒരു 2 വിസിൽ കളഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് നേരം സിമ്മിലിട്ട് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. ഞാനിപ്പോൾ മസാലപ്പൊടികളൊന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പ്രത്യേകിച്ച് മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിക്ക് ഒരു കറിക്ക് ഒരു പ്രത്യേക കളറ് കിട്ടും, ഒരു ഡാർക്ക് കളർ കിട്ടും. അല്ലാതെ നമ്മൾ നേരിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മഞ്ഞ കളറായിരിക്കും ചിക്കൻ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ആ കളറല്ലാണ്ട് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിക്കോട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ ചിക്കനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള കറിയിനൊന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും എടുക്കാമല്ലോ, പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ചിക്കൻ കറി ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? പത്തിരിയുടെ കൂടെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒത്തിരി വെള്ളം പോലെയുള്ള ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പച്ച കപ്പലണ്ടി. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിലാണ്, ഇത്തിരി കോട്ടിങ്ങൊക്കെ പോയിട്ടുള്ള ചട്ടിയാണ്. അപ്പോൾ ഇത് കപ്പലണ്ടി വറക്കാൻ മാത്രമേ എടുക്കുള്ളൂ ഈ ചട്ടി. ആദ്യമൊക്കെ മണലൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ കപ്പലണ്ടി വറക്കാറ്. ഇപ്പം മണൽ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഉപ്പിട്ടാൽ ഇതിൻ്റെ ഗുണങ്ങൾ പോകുമെന്ന് പറയുന്ന കാരണം ഞാനിപ്പോൾ ഉപ്പ് ഇടാറില്ല. പക്ഷേ അങ്ങനെ കഴിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി തുടങ്ങി. നമ്മൾ കടപ്പുറത്തു നിന്നൊക്കെ കിട്ടുന്ന പെട്ടിവണ്ടിയിൽ കപ്പലണ്ടിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ടില്ല അവർ വറക്കണത്. അതിന് വേറൊരു ടേസ്റ്റ്. പക്ഷെ ഉപ്പില്ലാണ്ട് നമ്മൾ കഴിച്ച് ശീലിച്ച കാരണം ഇപ്പോൾ ഉപ്പില്ലാത്ത കപ്പലണ്ടി കഴിക്കുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല. അപ്പോൾ വറക്കാനും ഞാനൊരു പഴയ
ചട്ടകം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു വിധത്തിൽ പാകമായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തൊലിൻ്റെ ഒക്കെ പോകുന്നുണ്ട്. ഇനി കുറച്ച് നേരം ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് അതായിക്കോളും. അപ്പോൾ ഞാനവിടെ ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് മുറ്റം നിറച്ച് ഇലകൾ നിറഞ്ഞേക്കണം. അപ്പം ഇന്നൊക്കെ നല്ല കാറ്റല്ലായിരുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പോഴത്തെ ദിവസങ്ങളിലൊക്കെ രാവിലെ നല്ല കാറ്റല്ലേ. അപ്പോൾ പുറത്തെ പറമ്പുകളിൽ നിന്നൊക്കെ ഇല നമ്മുടെ ടൈലുമൽക്ക് വന്നിട്ട് മുറ്റം നിറച്ച് ഇലകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ വറക്കാനും ഇടുള്ളൂ. അപ്പോൾ അതുവരെയും ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വെറുതെ ഫ്രഷ് എയറൊക്കെ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ അടിച്ച് ക്ലീനാക്കി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി വെളിച്ചെണ്ണ അല്ലാണ്ട് തിളയ്ക്കാനൊന്നും ഞാൻ നിന്നില്ല. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ആകെ തെറിച്ച് സ്റ്റൗവിൻ്റെ ചുറ്റും തെറിക്കാൻ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നാം. സ്റ്റൗവിൻ്റെ ചുറ്റൊന്നും ആവാണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാനൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തുണിയും കൊണ്ട് ചെല്ലിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിന് ചുറ്റും. അത് ഇൻഡക്ഷൻ സ്റ്റൗ ആയാലും വേണ്ടില്ല, വേറെ ഏത് സ്റ്റൗ ആയാലും ഞാൻ അപ്പം തന്നെ തുടച്ചെടുക്കും. ഒന്നിനും പറ്റില്ലെങ്കിൽ ചട്ടി ഒന്ന് പൊക്കി അതിൻ്റെ ഇടയൊക്കെ ഒന്ന് തുടച്ചെടുക്കും. അത്രയ്ക്ക് ഒരു തരം എന്താ പറയുക, ഒരു തരം ഫീലിങ്സാണ് അതവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനൊക്കെ വേവായിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഞാനങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടാണ് അങ്ങനെ വേവിച്ചെടുത്തത്. അപ്പോൾ ഒരു പുറം മൊരിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുത്ത് പിന്നെ ഇത് അടുത്ത പുറവും മുരിച്ച് കോരുന്നത് കണ്ടില്ലേ. നന്നായിട്ട് നല്ലൊരു ഇതിൻ്റെ ഇടയിൽ കൂടെ മോള് വന്ന ഓരോ കഷ്ണങ്ങൾ എടുത്തുകൊണ്ടായിട്ടാണ്. അവർക്കൊക്കെ പൊരിക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ടാവാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ മീൻ പൊരിക്കുമ്പോഴൊക്കെ നമ്മൾ എടുത്തുകൊണ്ടുപോകും. ഇപ്പം അങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളൊരു ചിന്ത ഇല്ലാണ്ടായി. ഇപ്പോൾ കുട്ടികളാണ് അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നണത് നമ്മൾ ഇതേപോലെ ചെയ്തിരുന്നതല്ലേ എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.